ശ്രീ എം വിൻസെന്റ്. സാറ് 29 കിലോമീറ്റർ ദൈർഘ്യമുള്ള കരമന കളിയിക്കാവുള്ള റോഡ് 12 വർഷം കൊണ്ടാകെ 10 കിലോമീറ്റർ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. UDF അധികാരത്തിലെന്ന സമയത്താണ് സാർ ഇതിൻ്റെ ഡിസൈൻ പൂർത്തീകരിച്ചത്. ഇതിന് അളന്ന് കല്ലിടുകയും അതുപോലെ തന്നെ അതിനോട് തുടർന്നുണ്ടായിട്ടുള്ള എല്ലാ പ്രക്ഷോഭങ്ങൾക്കും പരിഹാരം കണ്ട 5 കിലോമീറ്റർ പൂർത്തിയാക്കി പ്രാവച്ചമ്പലം വരെ പൂർത്തിയാക്കി. രണ്ടാം ഘട്ടമായിട്ട് പ്രാവച്ചമ്പലം മുതൽ വഴിമുക്ക് വരെയായിരുന്നു അന്ന് ഡിസൈൻ ചെയ്യുന്നത്. അത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അത് കൊടിനട വരെയാക്കി ചുരുക്കി ബാക്കിയുള്ള 1.5 കിലോമീറ്റർ 2021 ജനുവരി മാസം 10-ാം തീയതിയാണ് ഈ രണ്ടാം ഘട്ടം ബൈഫർക്കേറ്റ് ചെയ്ത രണ്ടാം ഘട്ടം പൂർത്തീകരിച്ചത്. 2021 ജനുവരി മാസം 10-ാം തീയതിയാണ്. സർ 4 വർഷമായിട്ട് ഇന്ന് വരെ ആ റോഡ് 1.5 കിലോമീറ്റർ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല സാർ. സാർ 205 പേർക്ക് മാത്രമാണ് അവാർഡ് പാസ്സാക്കിയിട്ടുള്ളത്. ഇനിയും 195 പേർക്ക് അവാർഡ് പാസ്സാക്കാനുണ്ട്. സ്ട്രക്ചറൽ വാല്യൂ പോലും പൂർത്തീകരിച്ചിട്ടില്ല. വളരെയധികം വൈകിയാണ് സാർ. നമ്മൾ വലിയ പദ്ധതികളെക്കുറിച്ച് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ 1.5 കിലോമീറ്റർ റോഡ് പൂർത്തീകരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇത് തുടങ്ങിയിട്ട് പോലുമില്ല റോഡ് നിർമ്മാണം. എനിക്ക് പറയാനുള്ളത് സാർ, ഇത് ഒച്ചിഴയുന്ന ഞാൻ പല രൂപത്തിൽ ഈ നിയമസഭയിൽ മന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. എനിക്ക് ഒരു ഒച്ചിഴയുന്ന വേഗത്തിലാണ് ഇത് നീങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒച്ച് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും സാർ. ഒരു ഒച്ച് 2021 ഒരു ഒച്ച് കൊടിനടയിൽ നിന്ന് യാത്ര തിരിച്ചിരുന്നെങ്കിൽ വഴിമുക്കി പോയിട്ട് പലതവണ തിരിച്ച് വന്നേനെ സാർ. എന്നിട്ടും ഇത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല സാർ. അടിയന്തരമായി ഇതിന് വേണ്ടത് 120 കോടി രൂപ കൂടി അനുവദിച്ചുകൊണ്ട് ഇത് പൂർത്തീകരിക്കണം. അടിയന്തരമായി ഇത് പൂർത്തീകരിക്കാനുള്ള നടപടി, അവാർഡ് പാസ്സാക്കി പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. സർ, കരമന കളിയാക്കവിള റോഡ് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ബഡ്ജറ്റ് ചർച്ചയിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. സർ, 2 റീച്ചുകളുടെ വികസനമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ബാലരാമപുരം വഴിമുക്ക് റീച്ചിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. സർ, നേരത്തെ ബാലരാമപുരം അണ്ടർപാസ് എന്ന നിർദ്ദേശമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ ട്രാഫിക് വോളിയം പരിശോധിച്ച് ശേഷം ജംഗ്ഷൻ വികസനം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. സർ, ജംഗ്ഷൻ വികസനത്തിലുള്ള അന്തിമ DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. റോഡിന് ഇരുവശത്തായി വരുന്ന 398 ചമയങ്ങളിൽ 386 എണ്ണത്തിൻ്റെ വില നിർണ്ണയം നടത്തി KRFB PMU ഭൂമി ഏറ്റെടുക്കൽ യൂണിറ്റിലേക്ക് നൽകിയിട്ടുണ്ട്. സർ, ഇതിൽ 195 കെട്ടിടങ്ങളുടെ ലാൻഡ് ട്രാൻസ്ഫറും പൂർത്തിയായി. ഇവ പൊളിക്കുന്നതിന് വേണ്ടിയുള്ള ലേല നടപടികൾ MSTC മുഖാന്തരം പുരോഗമിച്ചു വരികയാണ്. സർ, സ്ഥലം ഏറ്റെടുപ്പിനായി 98 കോടി രൂപ സർക്കാരിൽ നിന്നും അനുവദിച്ചു നൽകി. സ്ഥലം ഏറ്റെടുക്കലിനുള്ള അധിക തുക ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ ധനകാര്യ വകുപ്പിൻ്റെ പരിഗണനയിലാണ്. ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി കൂടി സംസാരിച്ച് ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ ഇടപെടും എന്ന് സഭയെ അറിയിക്കുകയാണ്. സർ, വഴിമുക്ക് കളിയാക്കിവിള റീച്ചിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യം നേരത്തെ ഈ സഭയിൽ അറിയിച്ചിരുന്നു. 30 മീറ്റർ വീതിയിൽ പാത നവീകരണം എന്ന ആവശ്യമാണ് ജനപ്രതിനിധികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സഭയിൽ കഴിഞ്ഞ തവണ നൽകിയ മറുപടിക്ക് ശേഷം വകുപ്പ് സെക്രട്ടറി ജനപ്രതിനിധികളുടെ അടക്കം യോഗം വിളിച്ചു ചേർത്തിരുന്നു. അവിടെ ഉയർന്ന നിർദ്ദേശങ്ങൾ കിഫ്ബിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സർ, ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ലഭ്യമാകുന്ന മുറക്ക് സ്ഥലമേറ്റെടുക്കൽ നടപടിയിലേക്ക് കടക്കുവാനാകും. ഇവിടെ അദ്ദേഹം UDF ഭരണകാലത്ത് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ആ കാലഘട്ടത്തിലെ കഥ ഞാനിപ്പോൾ പറയുന്നില്ല സാർ. അങ്ങനെ പറഞ്ഞാൽ ഒച്ച് മാത്രമാവില്ല മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക, ഭൂമിയിൽ എല്ലാവരും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാവും. അപ്പോൾ പഴയ കാര്യത്തിലേക്ക് പോകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. 8 വർഷത്തെ LDF സർക്കാരിൻ്റെ ഭരണം, 8 വർഷം മുമ്പ് ഈ കേരളത്തിൻ്റെ പുറത്ത് പോയ ഒരാൾ തിരിച്ചു വന്നാൽ ഇതേതാ നാട്, ഈ നാടാകെ മാറിപ്പോയല്ലോ എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തും സാർ. പാലങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങൾ ഇതൊക്കെ വന്ന് കേരള ഒരു ന്യൂ കേരള, ഒരു നവകേരളമായി മാറി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് സാർ. യാഥാർത്ഥ്യം കണ്ണടച്ച് ഇരുട്ടാക്കാനാകില്ല. അതിൻ്റെയൊക്കെ ഒരു മാനസികമായ പ്രയാസം അദ്ദേഹത്തിനുണ്ടാവും. അതുകൊണ്ട് ഇനി എല്ലാ കാലത്തും, ഈ സഭ മാത്രമല്ല എല്ലാ സഭാ കാലയളവിലും പഴയ കാലത്തെ UDF ഭരണത്തെക്കുറിച്ച് ഓർക്കാൻ മാത്രമേ ഇനി അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. തുടർച്ചയായ ഭരണം, LDF ഭരണത്തിൽ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.